നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് അറിയുന്നൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ ക്രെഡിറ്റ് ഒന്നും അല്ല കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇതുവരെ അറിയാത്തൊരു ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ വല്ലാത്ത തന്നെയാണ് അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ബീഫ് കറി എന്ന് പറയുന്നത്. നന്നായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മീറ്റ് മസാലയും കൂടി ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു സവോളേൻ്റെ പകുതിയോളം നമ്മൾ മുറിച്ചതും പിന്നെ തക്കാളി പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്യും എല്ലാം ഇതിലുണ്ടായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഒരു നെയ്യൊക്കെ ആയിട്ട് വാങ്ങിയതുകൊണ്ട് ബീഫ് തന്നെ അതുണ്ട്. അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ഒരു എണ്ണ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവും? 400 രൂപേൻ്റെ സാധനമാണ്, നഷ്ടമാകുമോ എനിക്ക് ടെൻഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പരീക്ഷിച്ചിട്ടല്ലേ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമുക്ക് കറാമ്പ് പട്ട കറാമ്പ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടതുള്ള മസാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പെരുംജീരകം അതൊക്കെ ഒന്ന് ഇട്ട് പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ എനിക്ക് ചെറിയ ഉള്ളി തൊലി വലിക്കാനുള്ള മടി ഉണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഞാൻ കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയുള്ളിയൊക്കെ മുറിച്ചിട്ട് പിന്നെ തക്കാളി ആവശ്യത്തിനുള്ള തക്കാളി പിന്നെ അത് സെയിം നമുക്ക് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പൊടിച്ച് വെക്കുന്നുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. ഇതാണ് ആ സാധനം നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗരം മസാലയ്ക്കുള്ള മസാലകളാണ്. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലേശം ഈ ഒരു മസാലയ്ക്ക് ഉപ്പിടണം. പിന്നെ അതുപോലെ ഉള്ളിയും തക്കാളി ഇതിലേക്ക് കറിവേപ്പില പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് പിന്നെ ഈ നമ്മൾ പൊടിച്ച് വെച്ച മസാലയും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ലേശം നമ്മുടെ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യാവേ. പിന്നെ അത് മാത്രമല്ല ഞാൻ മുൻപേ വേവിക്കാൻ വെച്ചതിൽ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കണേ, ഇല്ലെങ്കിൽ നമ്മളെ ബീഫിലൊന്നും നമുക്ക് ഉപ്പ് പിടിക്കില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടെ ഞാൻ ഉറ്റിക്കുന്നുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ട് അത് ജസ്റ്റ് ഉറ്റിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒരു പരീക്ഷണമാണ്. അങ്ങനെ ബീഫൊക്കെ വേകുമ്പോഴേക്കും ഈ മസാലയും കൂടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെന്ത ബീഫിൻ്റെ മസാല തുറക്കുമ്പോൾ നല്ല മണമായിരുന്നു, അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നി. പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ ഈ ബീഫ് വേവിച്ച ബീഫും അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് തട്ടിയിട്ടുണ്ട്. കാരണം നമ്മളത് കറിയാക്കുന്നതുകൊണ്ട് കേട്ടോ. നെയ്ച്ചോറാണ് അന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെയ്ച്ചോറിൽ കൂടെ പറ്റിയ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് കുറുകാൻ വേണ്ടി നമ്മൾ വെച്ച്, കുറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറ്റിക്കാന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും. അപ്പോൾ ഒന്ന് നല്ല വറ്റി വരട്ടെ. അതിന് വറ്റി വന്ന സമയത്ത് നമുക്ക് നല്ല മണത്തിനായിട്ട് കറിവേപ്പിലും കൂടെ വെക്കാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ചേച്ചിയും മോളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഫസ്റ്റ് ടൈമാണ് നന്നായി എന്ന് പറയുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ നൈറ്റായപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ കറി എടുത്ത് നമ്മൾ കുറച്ച് ഫ്രൈ ആക്കാൻ വെച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ കാര്യങ്ങളൊക്കെ. അപ്പോൾ കറിയിൽ തന്നെ കോരി കുറച്ച് ഫ്രൈ ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല, ട്രൈ ചെയ്യുക.